2020 സിവിൽ സർവീസ് മെയിൻസ് കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പറിൽ സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ് എന്ന കാറ്റഗറിയിൽപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഐ ആം ഗോയിങ് അവേ ഡാഷ് ദ എൻഡ് ഓഫ് ജാനുവരി. ഇവിടെ സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ 5 വാക്യങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇവിടെ പ്രിപ്പോസിഷൻസ് ആണ് ഈ 5 വാക്യങ്ങളിലും വേണ്ടത് എന്ന്. എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല, എങ്കിലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഇത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചതുപോലെ ഐ ആം ഗോയിങ് അവേ ഡാഷ് ദ എൻഡ് ഓഫ് ജാനുവരി. ഞാൻ ജാനുവരി അവസാനം ദൂരേക്ക് പോകുന്നു എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ജാനുവരി അവസാനം എന്നുള്ളത് അറ്റ് ദ എൻഡ് ഓഫ് ജാനുവരി, അറ്റ് ദ എൻഡ് ഓഫ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട പ്രിപ്പോസിഷൻ അറ്റ് ദ എൻഡ് ഓഫ്. ഐ ആം ഗോയിങ് അവേ അറ്റ് ദ എൻഡ് ഓഫ് ജാനുവരി. അവർ ഫ്ലാറ്റ് ഈസ് ഡാഷ് ദ സെക്കൻഡ് ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ്. നമ്മുടെ ഫ്ലാറ്റ് ബിൽഡിങ്ങിന്റെ 2ാമത്തെ നിലയിലാണ്. ഇത്തരത്തിൽ പറയുമ്പോൾ ഫ്ലോർ എന്ന വാക്കിന് മുമ്പ് ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, ഓൺ ദ സെക്കൻഡ് ഫ്ലോർ, ഓൺ ദ തേർഡ് ഫ്ലോർ. അപ്പോൾ ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. അവർ ഫ്ലാറ്റ് ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ്. വാട്ട് ടൈം ഡിഡ് ദേ ഗെറ്റ് ഡാഷ് ദ ഹോട്ടൽ. അവർ എത്ര മണിക്കാണ് ഹോട്ടലിൽ എത്തിച്ചേർന്നത്? ഇങ്ങനെ ചോദിച്ചാൽ ഗെറ്റ് ടു എത്തിച്ചേരുക, get to the hotel. എത്ര മണിക്കാണ് അവർ ഹോട്ടലിൽ എത്തിച്ചേർന്നത്? What time did they get to the hotel? I have no idea who Tom Alter was. I have never heard dash him. എനിക്ക് ടോം ആൾട്ടർ ആരെന്ന് ഒരു ആശയവും ഇല്ല, ഒരു ഐഡിയയും ഇല്ല. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടുമില്ല. ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ആളിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചോ കേട്ടിട്ടുണ്ടെന്ന അർത്ഥത്തിൽ ഹേർഡ് ഓഫ്. I have never heard of him. ഒരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറയാൻ, കേട്ടിട്ടുണ്ട് എന്ന് പറയാൻ heard of him. കേട്ടിട്ടുണ്ട്, അയാളെക്കുറിച്ച്, അയാളെ പറ്റി കേട്ടിട്ടുണ്ടെന്നാണ് അർത്ഥം. The problem is getting serious. ആ പ്രശ്നം വളരെ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്. We have to do something dash it. നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം, അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഇംഗ്ലീഷിൽ. ഇത്തരത്തിൽ ഐ ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അതിന്മേൽ, അതിനെക്കുറിച്ച്, അതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവും ഒന്നാണ് ആശയം. ഐ ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ 5 വാക്യങ്ങളിലും മിസ്സിംഗ് വേർഡ്സ് ഫില്ല് ചെയ്യുന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള വീഡിയോകളിൽ സിവിൽ സർവീസിന് ചോദിച്ച, കമ്പൽസറി ഇംഗ്ലീഷിന് ചോദിച്ച മറ്റു ക്വസ്റ്റ്യൻസ് ഞാൻ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.